നന്നാകണ്ടവർ ഇന്നത്തെ രാത്രി നന്നായിക്കോ. ഇനി അവസരമില്ല, ഇനി കിട്ടിയില്ലെന്ന് പറയരുത്. അള്ളാഹു അവസരം നൽകിയില്ലെന്ന് പറയരുത്. തൗബ ചെയ്യേണ്ടവരൊക്കെ ചെയ്തോ, കരയേണ്ടവരൊക്കെ കരഞ്ഞോ. അള്ളാരോട് പറയണം, പെട്ടുപോയതാ പടച്ചവര്. മുടി നരച്ചുമ്മ, പ്രായമായില്ലേ ഉമ്മ, 50ഉം 60ഉം വയസ്സായില്ലേ ഉമ്മ. ഏത് പെണ്ണും പ്രായമാകുമ്പോ നന്നാകുമല്ലോ. നിനക്കൊരുപാട് രോഗമുണ്ട്, നിന്റെ മുടി നരച്ചു, നിനക്ക് പ്രായമായി, നിന്റെ കൂടെ പഠിച്ചവര് മരിച്ചു, നിന്റെ കൂടപ്പിറപ്പ് മരിച്ചു, ഒരു മാറ്റവുമില്ലല്ലോ. നിനക്ക് നന്നാകണമെന്ന് തോന്നുന്നില്ലല്ലോ വാപ്പാ. ഇനി എന്ന് നന്നാകാനാ വാപ്പാ, ഇനി എന്ന് നന്നാകാനാ വാപ്പാ. നീ എന്ത് കണ്ടുകൊണ്ടാ ഇങ്ങനെ നടക്കുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടില്ലേ വാപ്പാ? നിന്നെക്കാളും പ്രായം കുറഞ്ഞ എത്ര പേരുടെ മയ്യത്ത് നീ കണ്ടു, എന്നിട്ടും നിനക്ക് നന്നാകാ തോന്നുന്നില്ലല്ലോ. അള്ളാനെ കുറിച്ചുള്ള പേടിയില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, എന്തൊരു ജീവിതമാടാ മോരെ. ഇവിടെ ഇരിക്കുന്ന 60 കൊല്ലം ജീവിച്ച മനുഷ്യൻ ചെയ്യാത്ത പാപം ഈ 25 കൊല്ലത്തിന്റെ ഇടയിൽ നീ ചെയ്തില്ലേടാ. 60 വയസ്സുള്ള വാപ്പ ഇന്ന് വരെ കഞ്ചാവ് കണ്ടിട്ടില്ല, കള്ള് കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ല. ആ വാപ്പയുടെ മകനായ നീ 20 തികയുന്ന 25, 20 വയസ്സായി കള്ളു കുടിക്കുന്നില്ലേ, കഞ്ചാവടിക്കുന്നില്ലേ, വ്യഭിചരിച്ചില്ലേടാ ചെറുപ്പക്കാരാ? ഒരുപാട് അവൻ ചെയ്തില്ലേ മോനെ? എന്റെ സ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരികളോട് കുട്ടികളോട് ചോദിക്കുകയാ, മോളെ ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ, ഒരുപാട് സുഖിച്ചില്ലേ? രക്ഷപ്പെട്ടത് നിന്റെ കഴിവ് കൊണ്ടല്ല, ഭർത്താവും കുടുംബക്കാരും നാട്ടുകാരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടല്ലോ. അല്ലാഹു കാണിക്കുന്ന കരുണയാ, അല്ലാഹു കാണിച്ച കരുണയാ. എന്നും അങ്ങനെയാകണം ില്ല. അതുകൊണ്ട് എല്ലാവരോടും സ്വന്തം നഫ്സിനോട് സിറാജു പറയുകയാ, നന്നാകണം സിറാജേ, നന്നാകണം സിറാജേ, മാറണം മോനെ. നിങ്ങളോടും പറയാറുള്ളത്, ഇന്ന് അല്ലാഹു തരുന്ന ഒരവസരമാ. ചെയ്തതൊക്കെ ഓർമ്മ വരട്ടെ, നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഓർമ്മ വരട്ടെ. എന്നിട്ട് അല്ലാഹുവോട് പറയണം, വെറുതെ പറഞ്ഞാ പോരാ. പാപങ്ങളോരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിന് തോന്നണമാ. പടിവാതിലൊഴിയാതെവിടെയും നീ കരയടേ. കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, അഹങ്കരിച്ചെങ്കിൽ അഹങ്കരിച്ചെന്ന് പറ, നിസ്കാരം മുടക്കിയെങ്കിൽ മുടക്കിയെന്ന് പറ. മോളെ, കഴിഞ്ഞ വർഷം ഖളാആയി പോയ നോമ്പൊക്കെ നീയൊക്കെ പിടിച്ചു വീട്ടിയോ? ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ? ഒരു മാറ്റവുമില്ലല്ലോ, ഒരു മാറ്റവുമില്ലല്ലോ. തൗബ എന്ന് പറയുന്നത് നിസാരമല്ല, അത് ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല. എടാ ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചിട്ടുണ്ടോ? ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ പോയിട്ടുണ്ടോ? സ്വർഗത്തിൽ കടക്കൂലടാ. കഞ്ചാവടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന് റസൂലുള്ള പറഞ്ഞു ഒരിക്കലും പോകൂല. അള്ളാന്റെ സ്വർഗത്തിൽ ഒരിക്കലും പോകില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കുന്നവരോട്, വ്യഭിചരിക്കുന്നവരോട് വലാ തഖറബു സിനാ കാന ഫാഹിശാ വസാഅ സബീലാ. നിനക്കറിയാഞ്ഞിട്ടാവോള് വ്യഭിചരിക്കുന്നവരുണ്ടല്ലോ, ഭർത്താവിനെ വഞ്ചിക്കുന്നവരുണ്ടല്ലോ, അതാ വാപ്പാരെയും ഉമ്മാരെയും വഞ്ചിക്കുന്നവരുണ്ടല്ലോ. പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ ബൈക്കിന്റെ പുറകിൽ കയറി കറങ്ങുന്ന പെങ്ങള്, മാളുകളിൽ കിടന്ന് കറങ്ങുന്ന പെണ്ണ്, പാവപ്പെട്ടവന് ജോലിക്ക് പോകുമ്പോ ആ വീടിനകത്ത് കാമുകനെ വിളിച്ചു കയറ്റുന്ന ഭർത്താവിനെ ചതിച്ചു പോയ പെങ്ങള്, പെട്ടുപോയ
പോയതാ മോളെ. ജീവിതത്തിൽ പലപ്പോഴും പൈശാചിക ഉപദ്രവങ്ങൾ കാരണം പടച്ചവരെ നമ്മൾ തെറ്റ് ചെയ്തു പോകുമല്ലോ മോളെ. ചുമക്കല്ലേ മോളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കല്ലേ. ഒന്ന് കഴുകു പെങ്ങള്, ഒന്ന് ശുദ്ധിയാകുമോളെ. ചെയ്തു പോയ പാപങ്ങൾ കഴുകാ പറയുന്നത് എന്തിനെന്നറിയോ? നബിതങ്ങൾ പറഞ്ഞു സ്വഹാബ, ഒരു തെറ്റിന്റെ പേരില് 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒരു തെറ്റിന്റെ പേരില് 2 പ്രാവശ്യം അല്ലാഹു ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. നബി തങ്ങൾ ഇത് പറയുമ്പോ മായിസ് റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സഹാബിയ മായിസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. ഞാൻ തെറ്റു ചെയ്തു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നു പറയുമ്പോ കേൾക്കാത്തവരെ പോലെ ഇരിക്കുകയാണ് നബിതങ്ങള്. പോമായിസേ പോമായിസേ, കാരണം എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. വ്യഭിചരിക്കുന്നവനെ എറിഞ്ഞു കൊല്ലണം. അള്ളാന്റെ റസൂല് കേൾക്കാത്തതുപോലെ പറഞ്ഞു പോമായിസേ. ചെറുപ്പക്കാരനാ, മായിസിന്റെ മനസ്സു മാറട്ടെ എന്ന് കരുതി നബിതങ്ങൾ പറഞ്ഞു വിട്ടു. പക്ഷേ മായിസിന്റെ മനസ്സു മാറിയില്ല, പിന്നെയും തിരിച്ചു വന്നു. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു നബിയേ. സഹാബ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു മായിസ്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു മായിസ്. സ്വഹാബികൾ പറഞ്ഞു, മായിസ് കള്ളു കുടിക്കില്ല നബിയേ. മായിസ് കള്ളു കുടിക്കാത്ത സഹാബിയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എനിക്കറിയാ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. എനിക്കുള്ള ശിക്ഷതാ നബിയേ. കാരണം എന്തെന്നറിയോ? ഈ ദുനിയാവിലെ ശിക്ഷ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുമല്ലോ. ഒരവസാനമുണ്ടല്ലോ, മരിച്ചാ തീരുമല്ലോ, മരിച്ചാ തീരുമല്ലോ. ഇവര് എറിഞ്ഞ് 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 ഞാൻ മരിച്ചാൽ ആ വേദന തീർന്നല്ലോ. അള്ളാന്റെ നരകം എനിക്ക് പേടിയാ നബിയെ. എങ്ങനെ ഞാൻ അള്ളാടെ മുമ്പിൽ പോകും? ഒരു വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാ നബിയെ. അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ അള്ള 2 പ്രാവശ്യം ശിക്ഷിക്കില്ല. ഇന്ന് ഞാൻ ഇത് ഏറ്റെടുത്താൽ അള്ളാടെ മുമ്പിൽ ഞാൻ രക്ഷപ്പെട്ടാലോ? മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊല്ലാൻ പറയുകയാണ്. നബിതങ്ങൾ പറഞ്ഞു എറിഞ്ഞു കൊല്ലാൻ. മായിസ് തങ്ങളെ എറിയുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയം കഴിയുമ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് മടങ്ങി വരികയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ശരീരം നൊന്തപ്പോ ഓടിപ്പോയതാ നബിയേ, ശരീരം വേദനിച്ചപ്പോ ഓടിപ്പോയതാ നബിയേ. കുഴിയെടുത്തിട്ട് കുഴിക്കകത്ത് ഇറക്കി നിർത്ത് നബിയേ. മായിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു കുഴിയെടുത്തിട്ട് എന്റെ കയ്യും കാലും കെട്ടികെട്ട് ആ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാൻ പറ നബിയെ. ഓടാൻ പറ്റൂലല്ലോ. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊന്നു സ്വഹാബിയ. ഇവിടത്തെ സ്വഹാബത്ത് എറിഞ്ഞു കൊന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സഹാബികൾ പറഞ്ഞു, ഇത് മായിസിന്റെ ഖബറാ, വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊന്ന മായിസിന്റെ ഖബറ എന്ന്
ഒരു പരിഹാസ രൂപത്തിൽ, ഒരു മോശമായ സ്വഭാവ രീതിയിൽ മായിസിനെ കുറിച്ച് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത്. മായിസ് സ്വർഗത്തില. മായിസിന്റെ തൗബയോളം വലുപ്പമുള്ള ഒരു തൈബ ഇനി ലോകത്തൊരാളും ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മായിസിന്റെ തൗബ ഏതായിരുന്നടോ? എന്തിന്റെ പേരിൽ? ഇവിടെ നാണം കെട്ടാലും അള്ളാഹുടെ മുമ്പിൽ രക്ഷപ്പെടുമല്ലോ. ഇവിടെ ഞാൻ എന്ത് നാണം കെട്ടാലും അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടുമല്ലോ. ഈ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞുകൊന്ന് കഥ കേട്ടപ്പോ ആ പെണ്ണും വന്ന് നബിതങ്ങളുടെ മുമ്പിൽ, അപ്പുറത്തൊരു പ്രതിയുണ്ടല്ലോ, ആ പെൺകുട്ടി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാനാ നബിയെ രണ്ടാമത്തെ പ്രതി. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മായിസിൻ്റെതാ, എന്നെയും ശുദ്ധീകരിക്കുക. നബിതങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, പോയി പ്രസവിച്ചിട്ട് വാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, പോയി പ്രസവിച്ചിട്ട് വാ. എന്തിനാ പറഞ്ഞു വിട്ടെ? 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴെങ്കിലും മനസ്സ് മാറിയാലോ, പറഞ്ഞു വിട്ടു. 9.5 മാസം കഴിഞ്ഞു, പെണ്ണു പ്രസവിച്ചു. ചോര കുഞ്ഞുമായിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്നു. പ്രസവിച്ചു നബിയെ, ഇനി എന്നെ ശുദ്ധീകരിക്ക്. നബിതങ്ങൾ പറഞ്ഞു, പാല് കൊടുക്ക് കുഞ്ഞിന്. നീ കുട്ടിക്ക് പാല് കൊടുക്ക്. ഭക്ഷണം കഴിക്കുന്ന കാലം വരെ 2 വയസ്സുവരെ നിന്റെ ബാധ്യതയാ. പാല് കൊടുക്ക്, എന്നിട്ട് വാ. എന്തിനാ പറഞ്ഞു വിട്ടെ? ഈ കുഞ്ഞിനെ കാണുമ്പോഴെങ്കിലും ആ പെണ്ണിന്റെ മനസ്സ് മാറുമല്ലോ. കുഞ്ഞിനെ കണ്ടപ്പോഴെങ്കിലും പാല് കൊടുക്കുമ്പോ മനസ്സ് മാറുമല്ലോ. നബിതങ്ങളുടെ മുമ്പിൽ വരാതിരിക്കുമല്ലോ. തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു കൊടുക്കുമല്ലോ. എന്നാൽ ഈ പെണ്ണൊരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കുഞ്ഞിന്റെ വായിൽ ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, പാല് കൂടി നിർത്തി, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നബിയെ, ഇനിയെങ്കിലും എനിക്ക് ശിക്ഷതാ, ഇനിയെങ്കിലും എന്നെ വന്ന് ശുദ്ധീകരിക്കുക നബിയെ. ഇതാണ് പെങ്ങളെ തൗബ. എന്തിന്റെ പേരിലെന്നറിയോ? ഇവിടെ വെച്ച് നീ അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് നന്നായ നാളെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും പരലോകത്ത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും ഹൃദയമാണ് നമ്മൾ ആദ്യമായിട്ട് കഴുകേണ്ടത്. നമ്മുടെ പാപങ്ങൾ ചെയ്ത് 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 എന്റെയും നിങ്ങളുടെയും ഹൃദയം കറുത്തുപോയി. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യൻ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴും. ചെയ്യുന്നതിനനുസരിച്ച് പുള്ളി വീണ് അവന്റെ ഹൃദയം കറുത്തുപോയി, കരിമ്പാറയെ പോലെ ആയിപ്പോയി. നമുക്കിപ്പോ നന്നാകാൻ പറ്റുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മുടെ പാപം കഴുകിക്കളയാനുള്ള, നമ്മളുടെ മനസ്സ് കഴുകി ശുദ്ധമാക്കാനുള്ള ദിവസമാ. അള്ളാഹു കഴുകി ശുദ്ധമാക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സീരിയൽ കണ്ട് കരയരുത്, സിനിമ കണ്ട് കരയരുത്, നാടകം കണ്ട് കരയരുത്. പെങ്ങളെ, കരയുകയാണെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് കരമോള്. കരഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ചവനെ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആരൊക്കെയാ നിൽക്കുന്നത്? ഇന്ന് സ്റ്റേജിൽ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും താഴെ ഇരിക്കുകയാണ്. പടച്ചവരെ, പഠിക്കടോ. ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, വാപ്പമാരോട് പറയുകയാ, നിങ്ങളിൽ പലർക്കും ഇവിടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. ഇതിലൊന്നും കാര്യമില്ല സഹോദരാ, ഇതിലൊന്നും ഒരു കാര്യമില്ല സഹോദരാ. എങ്കിൽ ഈ താഴെയിരിക്കുന്ന നിനക്കൊന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയാൻ കഴിഞ്ഞോ, അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ചെമ്പിന്റെ തറയിലോ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്തു പോയ പാപത്തിന് കണക്കനുസരിച്ചു വിയർപ്പിനകത്ത് ഇങ്ങനെ മുങ്ങിത്താഴുകയാണ്. മുട്ടുവര, അരവര, കഴുത്തുവര, നെഞ്ചുവര് എല്ലാവരും പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളടാ. അള്ളാന്റെ കോടതിയില് മസ്സറയിൽ ഒരേ ഒരു തണലേ ഉള്ളൂ. ആ തണൽ എവിടെയാണെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെയാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്താ. അല്ലാഹുവിന്റെ താഴ്ഭാഗത്താ. അവിടെ അല്ലാതെ തണലില്ലാത്ത ദിവസമുണ്ടല്ലോ. അള്ളാന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ അള്ളാഹിന്റെ കോടതിയില് നിരന്ന് നിൽക്കും. അള്ളാഹു വിളിക്കുന്നു, വാടാ വാസിറാജേ,
വാ ആയിഷ, വാ ഖദീജ, വാ അബൂബക്കർ. നാളെ അള്ളാന്റെ കോടതിയിൽ കോടാനി വരുന്ന ജനങ്ങൾ നിൽക്കുമ്പോ അള്ളാഹു 7 വിഭാഗത്തെ വിളിക്കുകയാണ്. നീ വെയിൽ കൊള്ളണ്ടവനല്ല, നീ പ്രയാസം അനുഭവിക്കേണ്ടവനല്ല, ഇവിടെ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടവനല്ല. നീ എന്റെ അടുക്കലേക്ക് വാ, എന്റെ അർശിന്റെ താഴെ വന്ന് നിൽക്ക്. ഇവിടെ നിനക്കിരിപ്പിടമുണ്ട്, ഇവിടെ നിനക്കിരിപ്പിടമുണ്ട്. ആരാ വിളിക്കുന്നതെന്നറിയോ? ഈ ലോകത്തിന്റെ അധിപനായ അള്ളയാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പ് വിളിക്കുന്നു, വാടാ മോനെ, എന്റെ അടുക്കൽ വന്ന് നിൽക്കടാ. ഈ അർശിന്റെ താഴെ വന്നിരിക്ക. ആരെയാണ് വിളിക്കുന്നതെന്നറിയോ? ആരെയാണ് വിളിക്കുന്നതെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത് ഐനാ. ഇന്ന് കരഞ്ഞ പെണ്ണ്, ഇന്ന് കരയുന്ന പെങ്ങള്, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയത് മുഴുവനും ഇവിടെ ഇരുന്നിട്ട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ അല്ല നിന്നെ വിളിക്കും പെണ്ണ്, എന്റെ അർശിന്റെ താഴെ വന്ന് നിൽക്കൂ. നീ ഇന്ന് VVIP ആണ്, ഇന്ന് നീ VVIP ആണ്. അള്ളാഹു നിങ്ങളെ വിളിച്ചിട്ട് അർശിന്റെ താഴെ ഒരു അള്ളാഹു അർശിന്റെ താഴെ നിങ്ങൾക്ക് ഒരു ഇരിപ്പിടം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക വിളിച്ചുകൂവി ദുആ ചെയ്യുന്ന ഒരു സഹാബിയെ കണ്ടപ്പോ, വല്ലാത്ത ശബ്ദത്തിൽ വിളിച്ചുകൂവിയിട്ട് ദുആ ചെയ്യുന്ന ഒരു സഹാബിയെ കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആ ചങ്ങാതി എടുത്തു പോയി പറയാൻ, അള്ളാഹിക്ക് ചെവിയും കേൾക്കും കണ്ണും കാണുമെന്ന് പറഞ്ഞേക്കാൻ. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. അള്ളാഹിക്ക് ചെവി കേൾക്കും, അള്ളാഹിക്ക് കണ്ണ് കാണുന്ന ആടാ പോയിട്ട് പറ, ഇങ്ങനെ നിലവിളിക്കണ്ട. ഒരുപാട് ശബ്ദവും വേണ്ട, ഒരുപാട് ശബ്ദം കുറയാനും പാടില്ല. മധ്യമായ രീതിയിൽ ദുആ ചെയ്യണമെന്നില്ല. ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ പോരെ പാപം പൊറുക്കാൻ. ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ മതി പാപം. അസ്തഗ്ഫിറുള്ളയുടെ വില എന്താ നമുക്കറിയില്ല. കയ്യിൽ തസ്ബീഹ് അസ്തഗ്ഫിറുള്ള അടിക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ വില? എന്താണ് അസ്തഗ്ഫിറുള്ളയുടെ വില എന്തെന്നറിയോ? മഹാനായ ഹസൻ ബസരി തങ്ങളുടെ മുമ്പില് കുട്ടികൾക്ക് പാഠമെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് കേറി വന്നിട്ട് പറയുന്ന, തങ്ങളെ കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടില്ല, കച്ചവടമൊക്കെ ആകെ പ്രയാസത്തില, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അസ്തഗ്ഫിറുള്ള പറഞ്ഞോ, പൊക്കോ, അസ്തഗ്ഫിറുള്ള പറഞ്ഞോ, അള്ളാഹു കച്ചവടമൊക്കെ തരും, ബർക്കത്തൊക്കെ തരും, അസ്തഗ്ഫിറുള്ള പറയാൻ പറഞ്ഞങ്ങ് വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരാള് വന്നു. വെള്ളമില്ല, മഴയില്ല, വെള്ളക്ഷാമമാണ്, മഴയില്ല, എന്തെങ്കിലും ഒരു വഴി. അസ്തഗ്ഫിറുള്ള പറഞ്ഞോ, അള്ളാഹു മഴ തരും, അസ്തഗ്ഫിറുള്ള പറയാൻ. ആ ചങ്ങാതിയും പറഞ്ഞു വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ മൂന്നാമതൊരാള് വന്നു. തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, മക്കളില്ലാത്ത പാവങ്ങൾക്ക് അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്ത ഒരാള് വന്നിട്ട് പറയുന്നു, തങ്ങളെ എനിക്ക് സന്താനങ്ങളില്ല, ദുആ ചെയ്യണം. അസ്തഗ്ഫിറുള്ള പറഞ്ഞു വിട്ടു. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദെ എല്ലാവർക്കും ഒരു മരുന്ന് തന്നെയാണോ എന്ന്. മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും, കച്ചവടമില്ലെന്ന് പറഞ്ഞപ്പോഴും, മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും മഹാനായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഒരേ ഒരു മരുന്ന്, അസ്തഗ്ഫിറുല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോഴാണ് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ വയുംതിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് കച്ചവടം വേണോ, അസ്തഗ്ഫിറുല്ല പറ. വെള്ളം വേണോ, അസ്തഗ്ഫിറുല്ല പറ. മക്കളെ വേണോ, അസ്തഗ്ഫിറുല്ല പറ. പാപം പൊറുക്കണോ, അസ്തഗ്ഫിറുല്ല പറ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആൾക്കാരെല്ലാവരും വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ വെള്ളമില്ല, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, അത്രയ്ക്കും ക്ഷാമമാ, ഒന്ന് ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് കൂടാൻ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ദിവസം എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 70,000-ഓളം വരുന്ന ആൾക്കാർ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി.
മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തീരുമാനിച്ചു. അള്ളാഹുവേ, വെള്ളക്ഷാമമാണ് പടച്ചവനെ, നീ മഴ തരണമല്ല. മൂസാ നബിയോട് അശരീരി കേൾക്കുന്നു, മൂസാ സ്വീകരിക്കൂല, ദുആ സ്വീകരിക്കൂല, അള്ളാഹു മഴ തരൂല. എന്തേ അല്ലാ? നിന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് എന്നെ മറന്ന് നടക്കുന്ന ഒരുത്തനുണ്ട്, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ. 40 വർഷമായിട്ട് എന്നെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ, മഴ ഞാൻ തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിനെ 40 കൊല്ലമായി മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ആരായാലും എഴുന്നേറ്റ് പോകണം, ആരായാലും എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുമ്പോ എല്ലാവരും 4 ഭാഗത്തേക്ക് നോക്കുന്നു. ആരാ അല്ലാ, ആരാ അല്ലാ, ഇത്രയും വലിയ വൃത്തികെട്ടവൻ ആരാ അല്ലാ? എല്ലാവരും പരസ്പരം നോക്കുന്നു, ഒരാൾ പോലും എഴുന്നേറ്റ് പോകുന്നില്ല. അപ്പോഴാ 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്ന് നടക്കുന്ന അവനാ മനുഷ്യനാ സദസ്സിലിരിപ്പുണ്ട്. ആ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ, എന്നെ കുറിച്ചാണ് പറയുന്നത്, എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എഴുന്നേറ്റ് പോയില്ലെങ്കിൽ പടച്ചവനെ, ഞാനിപ്പോ എഴുന്നേറ്റ് പോയാ നാണം കെടുമല്ലോ, എല്ലാവരും എന്നെ അറിയുമല്ലോ. ആ മനുഷ്യൻ പറയുന്നു, ചിന്തിക്കുന്നു, അല്ലാ, എഴുന്നേറ്റ് പോകാതെ ഇരുന്ന പടച്ചവനെ മഴ പെയ്യില്ലല്ലോ അല്ലാ. ഞാൻ ഇത്രയും മോശക്കാരനാണോ? ഞാൻ ഇത്രയും വൃത്തികെട്ടവനാണോ? പടച്ചവനെ, ആ മനുഷ്യൻ അവിടെ നിന്ന് കുറ്റബോധം തോന്നുകയാണ്. ആ മനുഷ്യനിരുന്ന് കരയുകയാണ്. 2 കാലിന്റെ മുട്ടില് തല താഴ്ത്തി പിടിച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, ചെയ്തത് മുഴുവനും പാപമാണ് തമ്പുരാന്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ചെയ്തത് മുഴുവനും പാപമാണ്. അതുകൊണ്ട് നാഥാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലോ, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ മറന്ന് നടക്കൂല അല്ലാ, എനിക്ക് പുറത്തു തരണം തമ്പുരാന്. എന്റെ ദുആ സ്വീകരിച്ച നീ മഴ തരണേ അല്ലാ, നീ മഴ തരണേ അല്ലാ. 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന മനുഷ്യനെ വിടന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ തൗബ സ്വീകരിച്ച മഴ തരണം പടച്ചവര്. ആകാശത്ത് നിന്ന് പടച്ചവനെ കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ജനങ്ങൾക്ക് മുഴുവനും സന്തോഷമായി. ആകാശത്ത് നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ അവിടെ നിന്ന് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും മഴ കിട്ടിയ സന്തോഷത്തിലോടുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ഒരു മനുഷ്യനും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഞാൻ ദുആ ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനാണ് മഴ പെയ്തത്, പിന്നെ എങ്ങനാണ് മഴ കിട്ടിയത്? അപ്പോഴാണ് പറയുന്നത്, മൂസാ, ആ 40 കൊല്ലം അല്ലാഹുവിനെ മറന്നു നടന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു തന്നതാണ് മൂസാ. ഇതാടോ തൗബ എന്ന് പറയുന്നത്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നവരോട് പറയുകയാണ്, അവസാന നിമിഷമെങ്കിലും ഈ 48 മണിക്കൂറിന്റെ മുമ്പെങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ? എടോ, ഒന്ന് കരയടാ ചെറുപ്പക്കാരാ. ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നീ കരയുന്നു? നബിതങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? നാളെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു വിധിക്കുകയാ. അല്ലാഹു പറയുന്ന, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ, അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കുമ്പോ ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കൺപീലി, നമ്മുടെ കണ്ണിന്റെ മുകളിൽ കാണുന്ന കൺപീലി ഉണ്ടല്ലോ, ആ കൺപീലിയിലെ ഒരു രോമം അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുമോ അല്ലാ? എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുമോ അല്ലാ? ആ മനുഷ്യന്റെ കൺപീലി അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാണ്. അല്ലാഹു അവിടെ നിന്ന് സംസാരിക്കാൻ അനുവാദം കൊടുക്കുമ്പോ അവന്റെ കണ്ണിന്റെ മുകളിലുള്ള ഒരു രോമം അല്ലാഹുവോട് പറയുകയാ, അല്ലാ,
ഒരിക്കൽ ഇവൻ അല്ലാ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്നും നനഞ്ഞുറപ്പേ, ഇവന്റെ കണ്ണൊന്നും നനഞ്ഞുറപ്പേ. ഒരു രോമമേ നനഞ്ഞുള്ളൂ, ഒരു രോമമേ നനഞ്ഞുള്ളൂ. ഒരു കൺപീലിയില് ഒരു രോമം നനയുന്ന രീതിയിലേ ഇവന് കരഞ്ഞിട്ടുള്ളൂ. ആ നനഞ്ഞ കണ്ണുനീര് വീണ രോമമാണ് പറയുന്നത്, അല്ലാ ഇവനെ നരകത്തിലിടല്ലേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. കണ്ണിലെ ഒരു രോമം, നനഞ്ഞു പോയ കണ്ണുനീര് കൊണ്ട് നനഞ്ഞ ഒരു രോമം ആ മനുഷ്യന് നാളെ സ്വർഗം പേടിച്ചു കൊടുക്കുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇനി നിങ്ങൾ തീരുമാനിക്ക് കരയടോ. ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നീ തൗബ ചെയ്ത് നന്നാകണേ, നിന്റെ ഹൃദയം ശുദ്ധമാക്കണേ. അല്ലാ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ.